ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്നത് കുവൈറ്റിലെ ഏറ്റവും വലിയ ബ്രിഡ്ജ് കാണാനാട്ടോ, ഏറ്റവും വലിയ പാലം. ഓക്കെ, കേട്ടല്ലേ കുവൈറ്റ് വില്ലകള്, കുവൈത്ത് വീടുകളാണ്. ഇതാണ് കുവൈത്തിന്റെ വീടുകൾ. ഞാൻ ഒരേ കളറാണ് ഇവിടെ. ഒരേ കളറല്ല തോന്നുന്നത്. എല്ലാ വീടിന്റെ കളർ ഇവിടത്തെ കണ്ട, ചന്ദന കളറ്. ഇത് 2-3 നിലയൊക്കെ ഉണ്ട, നമുക്ക് പെട്ടെന്ന് തോന്നൂല. ഇതാണ് ഇവിടത്തെ വീടുകളൊക്കെ. പിന്നിങ്ങനെ ഒരേ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതില് ഞാനിവിടെ വന്നിറങ്ങിയപ്പോ ഞാൻ ചോദിച്ചത് ചേട്ടനോട്, ഇതെന്താണ് കേട്ട് ഇതൊക്കെ ഒറ്റ കളറ് ചോദിച്ചില്ലേ. മണ്ണിന്റെ കളർ പൊടിക്കാറ്റ് വെച്ചു. കണ്ട വീടുകൾ കണ്ട, ഒറ്റ കളറ്, ചന്ദന കളറ് അല്ലേ? ഇതാണ് ഷോയ്ക്ക് പോർട്ട്. ഇവിടെ നിന്നുള്ള ഈ പാലം, ഇതിപ്പോ നമുക്ക് പോകുന്നത് ഈ പാലമുണ്ട്, കടലിന്റെ മേലെ കൂടിയുള്ള പാലമാണ് കാണുന്നത്. കടലിന്റെ കൂടെ കൂടെ പോണത്, കടലിന്റെ മേലെ കൂടിയാണ് തോന്നില്ല. കടലെവിടെ? നല്ല ഹൈറ്റിലാണ് റോഡ്. കുറച്ചുകൂടി നീങ്ങണം കടലെത്താനായി. എത്തിയിട്ടില്ല. ഇത് പോർട്ടാണ്, കടൽ തന്നെ പോർട്ടിന്റെ കുറച്ച് വശങ്ങളാണല്ലോ അപ്പുറം. ഇവിടെ വീഡിയോ എടുക്കാല, വീഡിയോ ഒക്കെ എടുക്കാത്ത പ്രശ്നമൊന്നുമില്ല. ഇതാണ് കടൽ പാലമാണ്, കടലാണ്. എത്ര കിലോമീറ്റർ നമുക്ക് നോക്കാറാ? 42-33 കിലോമീറ്റർ കാണുന്നുണ്ട്. അത് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടതാണ്. ഇപ്പൊ കടലിന്റെ മേലെ കൂടിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ. കടലിന്റെ മേലെ കൂടിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്ന പാലം, കുവൈറ്റിലെ കടൽപ്പാലം അല്ലേ? കുവൈറ്റിലെ കടൽപ്പാലം. കിലോമീറ്ററോളമാണ്, കിലോമീറ്ററോളം ഉണ്ട്. നമ്മ വരാന്ന് വെച്ചാൽ യുദ്ധ ടൈം ആയാലും വന്നില്ല. ഇവിടെ എങ്ങാനും ഡ്രോൺ വീട്. പാലത്തിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായി. അവിടത്തെ പാലം തകർത്ത് ഇവിടുത്തെ പാലം തകർത്ത് പറഞ്ഞിട്ടുള്ള പ്രശ്നമുണ്ടായി. അപ്പൊ പിന്നെ വരാതിരുന്നാണ്. പാലം അല്ലേ, എത്ര വർഷം എടുത്തിട്ട് പാലം. പാലത്തിൽ കൂടി കുറച്ചങ്ങ് പോയി കഴിഞ്ഞാലേ, കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും അവിടെ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അത് കടലിൻ്റെ സൈഡിൽ തന്നെ അവർ ആ പാലത്തിനോട് ചേർന്ന് സൈഡിൽ തന്നെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി കുറച്ച് സൗകര്യം ഉണ്ടാക്കി കൊടുത്തേക്കാണ്. കണ്ട, വീണ്ടും അവിടെ നിന്നുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു 36 കിലോമീറ്ററോളം ഉണ്ട്. 36 കിലോമീറ്ററോളം ഡയറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് ഉള്ള പാലം കേട്ടോ. കൂടുതലുണ്ട്. ടോട്ടൽ പാലത്തിൻ്റെ നോക്കുമ്പോൾ 48 കിലോമീറ്ററോളം ഉണ്ടാവും. നല്ല മണ്ണ്. എന്നെ സൗദി കൊണ്ടുപോയ പോലെ ആവോ? അവിടത്തെ പോലീസും പിടിച്ച് രക്ഷപ്പെട്ടു പോകുന്നത് കണ്ട. നിങ്ങ കണ്ട കടല് കഴിഞ്ഞ് നമുക്ക് ഇപ്പുറത്തെ കരയിലെത്തി. ഭയങ്കര അതിശയം. ഇവിടെ ശരിക്കും കാണാ, ഇവിടെ പാലത്തിന്റെ കൈവരില്ല. ഇവിടെ പതുക്കെ പോയേ കണ്ട കണ്ട, ഇത് മണ്ണാണ്, ഇവിടുത്തെ മണ്ണാണത്. ഇവിടെ കടലിൽ ഇപ്പുറം ചേട്ടാ പോലീസ് ഒന്നും പിടിക്കില്ല. പേടിയാണ് എനിക്ക്. വേറെ സ്ഥലമൊന്നല്ല. ഭയങ്കര അതിശയല്ലത്. കടലൊക്കെ കഴിഞ്ഞ് നമ്മ ഇപ്പുറത്തേക്ക് വന്നില്ലേ? കടലിനെ ക്രോസ് ചെയ്ത് ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലേട്ടാ. ഞാൻ ഒരു വീടെന്ന് പറയണത് ഇവിടെ ഇല്ല. എന്റെ ദൈവമേ, ഇത് കാണാനുണ്ടട്ടാ. ആരുമില്ല, ജനങ്ങളൊന്നും വരുന്നില്ലല്ലോ. കടലിന്റെ ഇപ്പറല്ലേ
എന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഒന്നും അറിയില്ല കേട്ടാ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് തിരിക്കുകയാണ് കേട്ടോ. അവിടെ തിരിച്ചു നമ്മൾ വീണ്ടും വന്നോടത്തേക്ക് തന്നെ പോരുകയാണ്. അതിന് തിരിച്ചു പോരാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ. എന്താണ് ഇത്? കുവൈറ്റിന്റെ കടലിന്റെ ഇപ്പുറത്തെ സൈഡ്, നമ്മ കടലിന്റെ അപ്പുറത്തെ സൈഡാണ് കേട്ടോ. കടലിനെ ക്രോസ് ചെയ്യണം. ഇത് വല്ലാത്തൊരു ഇത് തന്നെയല്ലേ. അതേപോലെ അങ്ങനെ പുഴ ക്രോസ് ചെയ്യണ, കടല് ക്രോസ് ചെയ്യാൻ പറയുന്നത്. പുഴ ക്രോസ് ചെയ്യണ കാണിക്കാൻ പുഴ ക്രോസ് ചെയ്യും, പക്ഷെ കടല് ക്രോസ് ചെയ്യണത് അത് ഭയങ്കര ഒരു അനുഭവം ഉണ്ടാകും. കാണുന്ന ഇടത്തേക്ക് ബിൽഡിങ്ങുകളുണ്ടോ, കാണണ്ട. ആ ഭാഗത്താണ് നമ്മ എത്തണ്ടേ. ഇവിടൊക്കെ മരുഭൂമിയാണ്. രാത്രിയായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാവില്ലേ. ലൈറ്റ് ഉണ്ടാവും, പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല. എന്താണെന്ന് എന്താ അറിയാൻ പറ്റില്ല. ഞങ്ങളന്ന് രാത്രിയാ വന്നത്. ഈ പാലത്തിന്റെ ഒരു ലൈറ്റ് അത്ര ഉണ്ടാവുള്ളൂ. മൊത്തം ഇരുട്ടല്ലേ, വീടുകളോ. ഇത് കാണാൻ വേണ്ടി തന്നെ വരുന്ന ആൾക്കാർ തന്നെ ഇരിക്കുള്ളൂ, അല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല. അപ്പുറം അങ്ങനെ കുറെ അങ്ങോട്ട് പോവും. അബ്ദലി എന്ന് പറഞ്ഞുള്ള ഇറാഖിന്റെ ബോർഡറല്ലേ, അവിടേക്ക് പോകാൻ പറ്റുമോ? ഇറാഖിന്റെ ബോർഡർ അബ്ദലി എന്ന് പറഞ്ഞത്. കടല് തിരിച്ചു പോകണ്ട. ഞങ്ങ വന്നിട്ട് തിരിച്ചു പോണ് നമ്മളെ സ്ഥലത്തേക്ക് തന്നെ. നല്ലൊരു അനുഭവം തന്നെയാണ്. കടൽ പാലത്തിൽ കൂടി യാത്ര ചെയ്തില്ലേ. ഇതൊക്കെ ഒന്നും ഒരു ഓർമ്മയായിരിക്കും എനിക്ക്. ഓർമ്മ ഉള്ളിടത്തോളം കാലം ഓരോ നാട്ടിൽ നമ്മൾ ചേരും ഓരോ പാലം കയറി തിരിച്ചു പോവേണ്ട. വന്നിട്ട് എന്നാ കടലിലേക്ക് കയറി. ഇത് ഇവിടെ നിൽക്കുമ്പോ പറയാൻ നാളെ കുവൈറ്റ് സിറ്റി കിട്ടാം, ബിൽഡിംഗ് ഒക്കെ കാണാം. വെയിലായിരുന്നേ, ക്യാമറയ്ക്ക് അധികം ക്ലിയർ ഇല്ല കേട്ടോ. ക്ലിയർ ഉണ്ടാവില്ല. അങ്ങനെ കടലൊക്കെ കഴിഞ്ഞ് നമ്മളെ സിറ്റിയിലേക്ക് എത്തി അല്ലേ. കടല് കഴിഞ്ഞ് നമ്മൾ വന്നോടത്തേക്ക് തന്നെ എത്തി. ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്കുള്ള യാത്രയായിരുന്നു. അത് നല്ല ഒരു അനുഭവമായിരുന്നു. നല്ലൊരു രസകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. ഏകദേശം ഇത് കുവൈറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ കേട്ടോ. ഇത് കാണുന്ന കുവൈറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ. അങ്ങനെ എത്തി. സമാധാനായി എനിക്ക്. പോലീസ് പിടിച്ചില്ല, ബോർഡർ ക്രോസ് ചെയ്തില്ല. ഒരു ബോർഡർ ക്രോസ് ചെയ്തൊരു പേടിയുള്ളായിരുന്നു. എങ്ങനെയാണ് എന്താന്ന് അറിയില്ലല്ലോ. ഇതൊരു വണ്ടി നോക്കിയിട്ട് ടൂ വീലർ, അടിപൊളി ടൂ വീലർ. അയ്യോ, അത് വീഡിയോ കിട്ടിയില്ല. എന്താ ലക്ഷങ്ങൾ വില മതിക്കുന്ന ബുള്ളറ്റ് അല്ലല്ലോ അത്. അതിനെ കിട്ടിയില്ല വീഡിയോയില്. പോയത് ചെറുപ്പഴപ്പോഴേക്കും. നമ്മ ബസ്സിൽ പോവാന്ന് പറഞ്ഞിട്ട് പറ്റിയില്ലല്ല. നമ്മളിങ്ങനെ പോണ്ടെങ്കിലും ഇങ്ങനെ ഇതൊന്നും എടുക്കാറുണ്ടായില്ല. അതാണ് കൂടുതൽ ഇപ്പൊ ഒരു ഡ്രൈവും കൂടി ആയുള്ളത്. നമ്മളെ കാണിക്കലും കൂടുതൽ കുവൈറ്റ് ഒന്ന് അല്ലേ. 2 നില ബസ് പോണ കണ്ട. കൂടുതൽ 2 നില ബസ്സാണ്. പിന്നെ ഒരു സതി കയറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പോണേക്ക് മുമ്പ് നാട്ടിൽ. തുടങ്ങിയില്ലേ? എത്ര കിലോമീറ്റർ ഓടി അറിയാമോ? അങ്ങോട്ടും ഇങ്ങോട്ടും
അവന്യൂസിന്റെ അടുത്ത് എത്താറിയാം. അവന്യൂസ് മോൾ എത്തിയ അവന്യൂസ് മല വന്ന് അന്ന് വീഡിയോ കിട്ടതല്ലേ. അവന്യൂസ് മാൾ അങ്ങനെ ഞങ്ങൾ ലോകത്തിലെ 4ാം സ്ഥാനത്തുള്ള ബ്രിഡ്ജാണ് ഇപ്പോൾ കണ്ടുവന്നത് കേട്ടോ. ലോകത്തിലെ 4ാം സ്ഥാനമാണ് കുവൈറ്റിലെ ഈ പാലത്തിന്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോന്നു, തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി എവിടെയെങ്കിലും പോയി ഒരു നല്ല ചായ ഒക്കെ കുടിക്കണം. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരും. ഓക്കെ, ബൈ.